അന്ധപങ്കുന്യായം. അന്ധങ്ങൾ എല്ലാവർക്കും അറിയാം, കണ്ണില്ലാത്തവൻ, കണ്ണിന് കാഴ്ചയില്ലാത്തവൻ എന്നർത്ഥം. പങ്കു എന്ന് പറഞ്ഞാൽ മുടന്തനാണ്. മുടന്തന്മാർക്ക് സ്വാഭാവികമായിട്ടും ഇഷ്ടംപോലെ വേഗത്തിൽ നടക്കാൻ സാധിക്കില്ല. അപ്പോൾ രണ്ടാൾക്ക് രണ്ട് തോന്നും. ഒരാൾക്ക് കണ്ണില്ല, ഒരാൾക്ക് നടക്കാനും വിഷമമാണ്. ഇങ്ങനെ രണ്ട് തരം അവസ്ഥകൾ അനുഭവിക്കുന്ന ആളുടെ തമ്മിൽ സഖ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഗുണമുണ്ടാവും എന്നാണ് ന്യായത്തിൻ്റെ താല്പര്യം. അപ്പം അന്ധൻ എന്ത് ചെയ്യുന്നു? മുടന്തൻ കുറച്ച് വിഷം കൊണ്ട് നടക്കാനെങ്കിൽ നടക്കാൻ സാധിക്കും അയാൾക്ക്, അന്ധന് കാണാൻ സാധിക്കില്ല. അപ്പോൾ അന്ധൻ്റെ കഴുത്തിൽ മുടന്തൻ കാര്യമിരിക്കുന്നു. അപ്പോൾ മുടന്തന് വഴിയെല്ലാം കാണാം. അയാൾ മുമ്പോട്ടാണ് പോകേണ്ടത്, ഇടത്തോട്ടാണ് തിരിയേണ്ടതെന്നോ അല്ല മുന്നിൽ കുഴിയുണ്ടെന്നോ കല്ലുണ്ടെന്നോ വിളിച്ചു പറഞ്ഞു വിളിക്കും. അപ്പോൾ അന്ധൻ അതിനനുസരിച്ച് നടക്കാം എന്നാണ് അന്ധപങ്കുന്യായം. രണ്ടുപേരും അവശതയുള്ള ആൾക്കാർ തമ്മിൽ സഖ്യം ഉണ്ടാക്കിയിട്ട് ആ അവസ്ഥയെ സഖ്യം കൊണ്ട് പരിഹരിക്കാമെന്ന് അർത്ഥം. രണ്ടുപേരും യോജിച്ചു കഴിഞ്ഞാൽ ചില കാര്യമൊക്കെ സാധിക്കും. ഇതിനാണ് അന്ധപങ്കുന്യായം എന്ന് പറയുന്നത്. ഇത് മുമ്പത്തെ ന്യായങ്ങളിലൊക്കെ പറഞ്ഞ പോലെ പലതരത്തിലും അതിനെ കാണാം. ഇതുപോലെയുള്ള ന്യായങ്ങൾ പരസ്പര ബന്ധുത്വം കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളെ പറ്റി വേറെ ന്യായങ്ങൾ ഇനി വരും. അത് നമുക്ക് ആ സമയത്ത് പറയാം. ഇതാണ് അന്ധപങ്കുന്യായം. ചുരുക്കത്തിൽ അതേ ഉള്ളൂ. അതിനെ വിസ്തരിക്കേണ്ട കാര്യമില്ല. കാരണം ഒരാൾക്ക് ഒരു ദൗർബല്യം, വേറൊരാൾക്ക് വേറൊരു ദൗർബല്യം, രണ്ടുപേരുടെയും ദൗർബല്യങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിൽ അവർ തമ്മിൽ ഒരു സഖ്യം ഉണ്ടാക്കുന്നു. അപ്പോൾ വ്യത്യസ്തമായ കഴിവുള്ള ആളുകൾ തമ്മിൽ യോജിച്ചു കഴിഞ്ഞാൽ ഉദ്ദിഷ്ടകാര്യം സാധിക്കാം എന്ന് പറയുന്നതാണ് അന്ധപങ്കുന്യായം. അത് പിന്നെ